ഹായ്, എല്ലാവർക്കും ഫുഡി ബോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഫുഡി ബോയിൽ നമ്മൾ ഉണ്ടാകാൻ പോകുന്ന ഒരു വെറൈറ്റി ഐറ്റമാണ് വാഴപ്പിണ്ടി വെച്ചിട്ടൊരു തോരൻ. വളരെ സിമ്പിളായിട്ട് നമുക്ക് വാഴപ്പിണ്ടി വെച്ച് തോരൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ വാഴപ്പിണ്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ വളരെ ഔഷധ ഗുണമുള്ള സാധനമാണ് ഈ വാഴപ്പിണ്ടി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ വാഴപ്പിണ്ടിയുടെ തോരത്തിനോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ വാഴപ്പിണ്ടി തോരൻ എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം. വാഴപ്പിണ്ടി തോരൻ ഉണ്ടാക്കാനെ കൊണ്ട് ഞാൻ 3 പീസ് വാഴപ്പിണ്ടി എടുത്തിട്ടുണ്ട്. ഏത്തവാഴയുടെ പിണ്ടിയാണിത്. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ തോരൻ വെക്കാനെ കൊണ്ട് കട്ട് ചെയ്യുമ്പം ഇതിനകത്തൊരു നാരുണ്ട്, അത് ക്ലീൻ ചെയ്യണം. അതെങ്ങനെയാണെന്ന് ഞാനിപ്പം കാണിക്കാം. അപ്പോൾ നമുക്ക് വാഴപ്പിണ്ടി കട്ട് ചെയ്യാം. റൗണ്ടിൽ ആദ്യമേ കട്ട് ചെയ്തെടുത്താൽ മതി. ഇതേണ്ടോ, ഇതിനകത്ത് നൂലാണ്, ഇതിങ്ങനെ വരും. നമുക്ക് ഇതിങ്ങനെ നമ്മുടെ വിരലിൽ ഇങ്ങനെ ചുറ്റി എടുത്ത് കളയാം. എന്നിട്ട് ഓരോ പീസും അതേപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിത് കൊത്തി അരിഞ്ഞെടുക്കണം. വാഴപ്പിണ്ടി നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വാഴപ്പിണ്ടി തോരന് ആവശ്യമായിട്ടുള്ള പയറാണ്, ചെറുപയറാണിത്. ചെറുപയർ നമുക്ക് കുതുക്കാൻ വെക്കാം. അപ്പോൾ നമുക്ക് കുക്ക് ചെയ്ത് തുടങ്ങാം. അതിനായിട്ട് നമുക്ക് പയർ വേവിച്ചെടുക്കണം, പുഴുങ്ങിയെടുക്കണം. അതിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒന്ന് ചൂടാവട്ടെ. ചൂടാകുമ്പം നമ്മുടെ പയർ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ കുതിർത്ത് വെച്ച പയർ വെള്ളത്തിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. പയറിട്ടിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കണം. പയർ വേവിക്കാൻ വെച്ചതിന് ശേഷം നമുക്കൊരു അരപ്പുണ്ടാക്കണം. ആ അരപ്പിനായിട്ട് ഞാനിപ്പോൾ ഒരു തേങ്ങ ചിരുകി എടുത്തേക്കാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്, ഒരു 6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഇട്ട് നമ്മൾ നല്ലോണമൊക്കെ ഒന്ന് ചതച്ചെടുത്തുകൊണ്ട് വരിക. അരയ്ക്കുമല്ല, ചതച്ചെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ഓരോന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലോണമൊക്കെ നമുക്ക് ഒന്ന് ചതച്ച് കൊണ്ടുവരാം. അപ്പോൾ നമ്മുടെ അരപ്പ് നല്ലോണം ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പയർ തുറക്കാൻ നമുക്ക് വെന്ത് വന്നിട്ടുണ്ട്. ഒരു ഹാഫ് വേവ് ആയിട്ടുണ്ട് ഇത്. ഇതിനകത്തോട്ട് നമ്മുടെ വാഴപ്പിണ്ടി അരിഞ്ഞത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്യണം നമുക്ക്. ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട്, ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതൊരു നമ്മുടെ പയറൊരു അരപ്പരുവം ആയതേ ഉള്ളൂ. അപ്പോഴാണ് നമ്മൾ വാഴപ്പിണ്ടി ഇട്ടത്. ഇനിയിപ്പം നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒരു 3/4 പരുവമായിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്തേക്കാം. നമ്മുടെ പയറൊരു 3/4 പരുവം വെന്തിട്ടുണ്ട്, പയറും നമ്മുടെ വാഴപ്പിണ്ടിയും. ഇതിനകത്തോട്ട് നമുക്ക് അരപ്പിട്ട് കൊടുക്കാം. അരപ്പ് ചതച്ചിട്ടേ ഉള്ളൂ, പ്രത്യേകം ശ്രദ്ധിച്ചോണം. നിങ്ങളെടുക്കുമ്പം ചതച്ചെടുത്താൽ മതി, അരച്ച് പേസ്റ്റ് ആക്കരുത്. ഒന്ന് മിക്സ് ചെയ്യാം നമുക്ക്. അപ്പം ഇനിയിപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഈ അരപ്പും കൂടി വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ പിണ്ടിത്തോരൻ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് എടുത്ത് ഇളക്കി നോക്കാം. അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ പയർ വെന്ത് അളിയരുത് കേട്ടോ. പയർ ഒരുപാട് വെന്തളിഞ്ഞു കഴിഞ്ഞാൽ അതൊരു ടേസ്റ്റ് കിട്ടത്തില്ല, ആ ടെക്സ്ചറും കിട്ടത്തില്ല. അപ്പോൾ ഇത് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് കടുക് വറുത്തൊഴിക്കാം. അപ്പോൾ നമുക്ക് കടുക് വറക്കാനെ കൊണ്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ എണ്ണ എടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടാവട്ടെ. ഇതിനകത്തോട്ട് നമുക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടി വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് ഒരു വറ്റൽമുളക് അരിഞ്ഞത്, കുറച്ച് കൊച്ചുള്ളി, കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഫ്ലെയിം ചെറുതാക്കി വെച്ചേക്കാണ്, കരിഞ്ഞ് പോകാതിരിക്കാൻ. ജസ്റ്റ് ഒന്ന് ഇത് മൂത്ത് വരട്ടെ. അപ്പോൾ നമ്മുടെ കടുക് നല്ലോണം നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ
പിണ്ടി തോരനകത്തോട്ട് താളിക്കാം നമുക്ക്. ഇപ്പോൾ നമ്മുടെ പിണ്ടി തോരനകത്തോട്ട് നമ്മൾ കടുക് പൊട്ടിച്ചത് താളിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇതൊന്ന് മിക്സ് ചെയ്യാം. നല്ലോണം ഇളക്കിയെടുക്കണം. നമ്മുടെ കടുകൊക്കെ താളിച്ച് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഇതിപ്പോൾ കഴിക്കാനെ കൊണ്ട്. ഇപ്പോൾ നമ്മുടെ പിണ്ടിത്തോരൻ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്, നല്ല വെന്ത് വന്നിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിപ്പോൾ കഴിക്കാൻ. നമുക്കിതിപ്പോൾ ഒന്ന് വാങ്ങി സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വാഴപ്പിണ്ടി തോരൻ അടിപൊളിയായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തേക്കാണ്. അടിപൊളി ടേസ്റ്റാണിത്. മാത്രമല്ല ഇത് ഭയങ്കര ഔഷധ ഗുണമുള്ളൊരു സാധനമാണ് ഈ വാഴപ്പിണ്ടി എന്ന് പറയുന്നത്. നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസിനൊക്കെ ഒരുപാട് റെമഡീസാണ് ഈ വാഴപ്പിണ്ടി. അതായത് പ്രഷർ, ഷുഗർ, ഒബ്സിറ്റി അതിനുള്ളൊക്കെ വളരെ കാലം തൊട്ട് ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് വാഴപ്പിണ്ടി. അപ്പം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇനിയിപ്പോൾ ഒരു അടിപൊളി വീഡിയോ വരുന്നിടം വരെ ബൈ ബൈ.